ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഗോവയിലെ 3rd ഡേ ആണ്. പക്ഷെ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. കാരണം നമ്മൾ പൊതുവെ ഡേ ടൈമിൽ ഒന്നും ചെയ്യാറില്ല. കാരണം ഇവിടെ ഭയങ്കര ക്ലൈമറ്റ്, ഭയങ്കര ശോക, അത്രയ്ക്ക് ചൂട്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞ് പടാറടങ്ങും, അതുപോലത്തെ ചൂടാ. സോ നമ്മൾ ഡേ ടൈമിൽ ഇറങ്ങാണ്ട് ഒരു വൈകുന്നേരം ഒക്കെ ആയിട്ട് ഇറങ്ങാം. പിന്നെ ചേച്ചിക്ക് ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പൊ ചേച്ചി നല്ല ഉറക്കമാണ്. പക്ഷെ ഇവിടെ കിച്ചണിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. കമ്മോൺ. നമ്മൾ ആക്ച്വലി ഒരു അപ്പാർട്ട്മെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാം അവൈലബിൾ ഒക്കെയാണ്. സോ ഞങ്ങൾ ഇപ്പോൾ അപ്പാർട്ട്മെന്റ് ആണ് പ്രിഫർ ചെയ്യാറ്. ഞങ്ങൾ ആക്ച്വലി ഇത് നോർത്ത് ഗോവയിലാ, ബാഗയില്. നമുക്ക് നോക്കാം അവിടെ എന്തോ നടക്കുന്നുണ്ട്. ഹേ ഗായ്സ്, എന്താണ് പരിപാടി രണ്ടാളും കൂടെ? യെസ്, എന്താ ഇത് ആക്ച്വലി നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ചെട്ടിനാടാണ്. ഇത് ഒരു ഡെലീഷ്യസ് ഡിഷ് ആണെന്നുള്ള നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ചിക്കൻ ചെട്ടിനാടായത്? ചിക്കൻ ചെട്ടിനാടായത് ചിക്കൻ ഇപ്പൊ ഗോവയിലാണ് നമ്മൾ ചിക്കൻ ചെട്ടിനാട് ആക്കുന്നോളൂ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമ്മള് എന്താ പറയാ, മസാലയുടെ പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതെന്താ പറയാ, നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി നമുക്ക് ഈ ഗോവയില് ഈ ഭയങ്കര സംഭവം നല്ല കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ കണ്ടേ ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ കിച്ചണിൽ പോലും നമുക്ക് അതാണ് അവസ്ഥ. സോ നമുക്ക് ഡേ ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഈവനിങ് ഒരു 4 to 5 നമ്മളിപ്പോ ഈ 2 ദിവസമായിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്. നമ്മുടെ ജിൻസേട്ടൻ നല്ല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പൊടി പൊളിച്ചോണ്ടിരിക്കുകയാണ്. ജിൻസേട്ടാ, വിശേഷം പറഞ്ഞേ. ഇത് നമ്മുടെ വറുക്കാനുള്ള ചിക്കനില് നമ്മള് വരഞ്ഞ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരയുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മസാല മിക്സ് ആക്കി ഇത് വറുക്കാൻ പരുവത്തിലേക്ക് മസാല മിക്സ് ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും, മസാല പിടിക്കാൻ വേണ്ടി കുറച്ചു നേരത്തേക്ക്. ജിൻസേട്ടന് സത്യം പറഞ്ഞാണല്ലോ ഒരു പൊളി കുക്കാണ്. കാരണം ആള് ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. ബഹ്റിനിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. പ്രവാസി എന്ന് പറഞ്ഞാൽ അതിലും വലിയ കുക്ക് ഈ ലോകത്തില്ല. കാരണം മലയാളികളുടെ ഏറ്റവും നല്ല, ആണുങ്ങളുടെ ഏറ്റവും നല്ല കുക്കുകൾ പ്രവാസികളാണ്, അല്ലെ? എന്താ കാരണം പ്രവാസികൾ എപ്പോഴും പൊളിച്ചാണ് അവിടെ ജീവിക്കുന്നത്. പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ കഷ്ടതയിലും നമ്മള് ആടുജീവിതം ഒക്കെ ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ ആണല്ലോ. നിങ്ങൾക്ക് പക്ഷെ ജിൻസേട്ടന് ആടുജീവിതം ഒന്നും അല്ല. ഭയങ്കര, നമുക്കറിയാം, ബെസ്റ്റ് ഭയങ്കര തള്ളറിയ ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞ കള്ളിന്റെ അങ്ങേറ്റാണ്. നിങ്ങൾ ഞങ്ങളുടെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചല്ലോ അല്ലെ? ഞങ്ങളുടെ തലയക്കട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? ഇതാണ് വൈബ്. അപ്പൊ ഗായ്സ്, നിങ്ങളിപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഗോവ വരുന്നവരോട് എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഇങ്ങനെ സർവീസ് അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സർവീസ് വില്ലകൾ എടുക്കാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ അവർ തന്നെ ഒരുക്കുന്നുണ്ടാവും. നമുക്കിപ്പം ഡിഷസിന്റെ എണ്ണമൊക്കെ കുറവാണെങ്കിലും ലൈക്ക് യൂട്ടൻസിൽസ് കുറവാണെങ്കിലും പാത്രങ്ങൾ അത്യാവശ്യമുള്ളൂ. പക്ഷെ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം മാനേജ് ചെയ്യാം അല്ലെ? ഇവിടുത്തെ അപ്പാർട്ട്മെന്റിന്റെ കാര്യം കൂടെ പറഞ്ഞു. അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവല്ലോ, ബാഗ ബീച്ച് സൈഡ്. ബാഗ ബീച്ചിന്റെ അടുത്താണ് ഒരു 10 മിനിറ്റ് ഉള്ളൂ. പക്ഷെ നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോയി അപ്പാർട്ട്മെന്റ്സ് നോക്കിയാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് വന്നിരിക്കുന്ന ഒരു 4,000 ആണ് വന്നിരിക്കുന്നത്. 2 BHK 4,000. അത് ഹാളിൽ AC ഉണ്ട്, 2 റൂമിൽ AC ഉണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, വൃത്തിയുണ്ട്, ഒരു നല്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ പൂളുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് അമൃത അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ ഇത് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ എല്ലാ സാധനങ്ങളും വാങ്ങി. ഇതുകൊണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഗോവ വരുമ്പോ ഇപ്പൊ ഞങ്ങളിപ്പോ ചിക്കൻ ഞങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, മീന്, ഫ്രഷ് ഫിഷിന്റെ അടിപൊളി സ്ഥലമാണ് ഗോവ. ഇത് കണ്ടാ, ഈ സാധനം കണ്ടാ, ഇതാണ് ലെപ്പോ. ഇവിടുത്തെ ഒരു പ്രത്യേകത റവ ഫ്രൈ എന്ന് പറഞ്ഞ സംഭവമാണുള്ളത്. അപ്പൊ ഈ റവയുണ്ട്, നമ്മുടെ നാട്ടിലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയില്ലേ, ഈ റവയ്ക്കകത്ത് അവർ സെറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താണ് നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിലെല്ലാം പോയി കിട്ടുന്നത്. പിന്നെ നല്ല പ്രോൺസ് ഉണ്ട്, കണ്ടാ, നല്ല അടിപൊളി പ്രോൺസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അവർ ക്ലീൻ ചെയ്ത് തന്നെ തരുന്നുണ്ട്. ഇതെല്ലാം ഫ്രഷ് ആണ്, നമുക്ക് നേരെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ഫ്രഷ് സാധനങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിക്കനും ബീഫും പോലത്തെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഡിഷസ് ട്രൈ ചെയ്യാതെ മാക്സിമം എന്താ പറയാ, മറൈൻ ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഐറ്റംസ് നിങ്ങൾ കൂടുതലും ട്രൈ ഔട്ട് ചെയ്യുക. സോ ഗൈസ്, യു എൻജോയ്. സോ വി ആർ ഓൾസോ ഗോയിങ് ടു എൻജോയ്. താങ്ക് യു. നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം സെറ്റായി. അടുത്ത നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മാഗ്നേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഒന്നുമില്ല മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാ എങ്ങനെയാണ് പുതിയ ഐഡിയ ആണ്. ബിയറും കുപ്പിയൊക്കെ എടുത്ത് ബീറൂപ്പ് വെച്ചിട്ട് നമ്മൾ ഗ്രാനൈറ്റ് സ്ലാബിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുവാണ്. ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ ദൈവം തന്ന ഒരു അനുഗ്രഹം എന്നല്ല ഒന്നും പറയാനില്ല ഇതിക്കൊണ്ട്. അത് വളരെ മനോഹരമായിട്ട് എനിക്കൊന്ന് ഏകദേശം ആയിട്ട് ഇതുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ. അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി ചതഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി മാഗ്നേറ്റ് നടന്നോളും. ചേച്ചി എഴുന്നേറ്റ് വന്നു. ചേച്ചി ഇവിടെ മറ്റേ നമ്മുടെ പ്രോൺസിന്റെ എന്തോ വെച്ച് നന്നായിക്കൊണ്ടിരിക്കുക ചേച്ചിയും ചേട്ടനും കൂടി. ഇന്നിപ്പോ സ്പെഷ്യലി ഇന്ന് ഗോവ വരുന്നവർക്ക് നമ്മുടെ കൂടെ സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ കറി, ചിക്കൻ ചെട്ടിനാടൻ, അതുപോലെ തന്നെ ചിക്കൻ 65, അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റ്, പിന്നെ ഇതുണ്ട് ലോപ്പ, ഞാൻ മുമ്പ് പൊക്കി കാണിച്ചില്ലേ ആ മീന്, ഇതെല്ലാം ഉണ്ടാവും. ലെപ്പല്ലേ? ലെപ്പ. We call it as Parich. What is mandal? Mandal. രസം കൂടി പോകുന്നില്ലേ ഇതെന്ന് പറയാൻ നമ്മൾ വർത്താനം പറയണ്ടായിരിക്കും അല്ലേ? വർത്താനം കൊണ്ടോ. നമ്മളിപ്പോ ചിക്കൻ മാറിയൊക്കെയാണ് കഴിച്ച്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മുമ്പത്തെ പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഗ്രൈൻഡ് ചെയ്തു അല്ലേ. ഭയങ്കര പാടായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഇങ്ങനത്തെ ഭയങ്കര ഹാർഡ് സിറ്റുവേഷൻസിലൂടെ നിങ്ങളെല്ലാം കടന്നുകൊണ്ട് വരും. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എന്നെ ഓർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പല പല അടവുകൾ നിങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. ചേച്ചി അതിനിടയ്ക്കുള്ള കൗണ്ടർ അടിച്ചിട്ട് പോവാണ്. നമ്മളിപ്പോ ഉള്ള സാധനം മാനേജിക്കാന്ന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ചിക്കൻ റെഡി ആയി. ഫുള്ള് ചിക്കനിൽ ഞാൻ കളിക്കുന്നില്ല. ഇവിടുത്തെ മസാല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് സാധനത്തിൽ. ചിക്കൻ മസാലയ്ക്ക് അതെല്ലേ, ഇതൊക്കെ ഇവിടുത്തെ തന്നെ സാധനം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടാവും. 10 രൂപേന്റെ എല്ലാം ചെറിയ ചെറിയ പൈസ. ഇറ്റ്സ് ഓൺലി ഫോർ ട്രാവലേഴ്സ്. ആ പക്ഷെ കേരളത്തിൽ നമുക്കറിയില്ലല്ലോ. ഒരു ലൈൻ കട്ട് ചെയ്ത് വെച്ചോ, ലൈൻ കട്ട് ചെയ്ത് വെച്ചു. ആക്ച്വലി ബസിന്റെ അടി കണ്ടിട്ട് മറ്റേതുപോലെ ഉണ്ട്, ഉള്ളിച്ചമ്മന്തി പോലെ ഉണ്ട്. ഉള്ളിച്ചമ്മന്തി ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല കിട്ടും. കത്തിക്ക് നല്ല മുറിച്ച് കേട്ടോ. ചിക്കൻ മസാല ഇല്ലേ? കിട്ടില്ലായിരുന്നല്ലോ. ചിക്കൻ മസാല ഇട്ടില്ല. എല്ലാം പാനുണ്ട്, കാപ്പിയുണ്ട്, എന്നാ വേണ്ടേ പറയൂ. ഒഴിക്കാറായി പിന്നെ കറക്റ്റ് ടൈമാ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കണ്ണാടി വെച്ചിട്ട് ഷോ ഓഫ് ഒന്നും അല്ല, ജസ്റ്റ് ഇവിടുത്തെ ക്ലൈമറ്റിനെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. This is chicken leg. വേറെ ഏതെങ്കിലും ഇത്ര കിട്ടിയാൽ മതി. പിന്നെ ഇത്രയും കളർ പോരെ? ലൈറ്റിന്റെ ഒക്കെ ആണ് കേട്ടോ. ഞാൻ വെളുത്തിരിക്കുന്ന ചിക്കൻ പൊട്ടിക്ക് വെളുത്താണ് ഇരിക്കുന്നത്. ഇത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയണ്ടോ നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നെ ഇപ്പൊ എപ്പോഴും 24/7 നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയില്ല. നമ്മുടെ ഇന്നലെ നമ്മുടെ വീഡിയോ മലക്കപ്പാറ വീഡിയോ റിലീസ് ചെയ്തത് സ്വന്തം ചേച്ചിയും ചേർന്നപ്പോൾ ഇതാണ് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോ വരും കാണുന്നത്. അതെങ്ങനെ മമ്മിയുടെ ഞങ്ങൾ ഇന്നലെ ഇറക്കിയ വീഡിയോ എന്നാ ഇറക്കിയ പോരുന്ന എങ്ങനെ കാണുന്ന ചേച്ചി? നമ്മുടെ വീഡിയോ നിങ്ങൾ ഇന്നാ കണ്ടത്. ഞാനോ? അതെ.
അല്ല ആക്ച്വലി ഈ വീഡിയോ അതെന്താ നമ്മൾ ചെയ്ത് നമ്മള് സ്വന്തം വീട് നമുക്കറിയാവുന്ന കാര്യം നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഭയങ്കര ഫൺ നടക്കുന്നുണ്ട്. ആക്ച്വലി ഫ്രെയിമിങ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണല്ലോ ഇവിടെ ഏറ്റവും ലുക്കുള്ള, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്നെ തന്നെ വെച്ചേക്കുന്നത്. ബാക്കി ഇപ്പൊ എന്നെ ചെയ്യാനാണ്, നമുക്കിപ്പൊ ഇതെല്ലാം കൂടെ പറ്റും. ഇതാണ് ചേച്ചി, ചേച്ചി ഓടി തള്ളി. Actually, we have a situation here, so we will come back. Okay. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോണ്ട് വാങ്ങ ചേച്ചി. ചേച്ചി എഴുന്നേറ്റ് വന്നിട്ട് ചേച്ചിക്ക് നമ്മൾ പുതിയ കൊടുത്ത പണിയാണ് മാങ്ങ ചെത്തൽ. ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് വന്ന മാങ്ങ നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടൊരു മാങ്ങ വാങ്ങിച്ചോണ്ട് വന്നേ കേട്ടോ. ഇനി തിന്നാലേ അറിയത്തുള്ളൂ. ഏത് വെറൈറ്റി ഓഫ് മാംഗോ ആണ് ബെസ്റ്റ്? എളൂർ. ജിൻസേട്ടൻ പറഞ്ഞത് എളൂറാണ്, എളൂർ. പക്ഷെ നമ്മുടെ ഓക്കെ 4 മാങ്ങയ്ക്ക് 100 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഏകദേശം ഒരു കിലോയും മുകളിലുണ്ട്. നഷ്ടമൊന്നല്ല. ഇപ്പൊ ഗോവ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നോക്കി മേടിച്ചാൽ ഗോവ ചീപ്പാണ്. നമ്മളെ സെലക്ട് ചെയ്യുന്നില്ല. ബെസ്റ്റിന്റെ കയ്യില് ലിപ്സ്റ്റിക് ഞാൻ കല്യാണം കഴിച്ചത്. മാങ്ങയിൽ കുറച്ച് ഡീഫോർമേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇത് ചീഞ്ഞ് പോയതാണോ എനിക്കൊരു സംശയമുണ്ട്. 4 മാങ്ങ മേടിച്ചത് ബാക്കി 2 ഉള്ളില് വലിയ കളറൊന്നുമില്ല. അപ്പൊ നല്ല മാങ്ങ, ഭയങ്കര കളറുള്ള മാങ്ങയൊക്കെ ഭയങ്കര ഇതാന്ന് പറയുന്നത്, വിഷം എന്നൊക്കെ. ഇത് അയ്യോ അണ്ടി കളഞ്ഞു. അത് സാരമില്ല, ഒന്നും കളഞ്ഞത്. ഞാൻ ഓൾറെഡി തുടങ്ങിയായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി ഫുഡ് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു. ആക്ച്വലി നമ്മളിപ്പം ഇന്നുണ്ടാക്കിയ ചിക്കൻ നമ്മൾ ചെട്ടിനാടായിരുന്നു. ചിക്കൻ ചെട്ടിനാട്. ഇനി ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല യൂട്ടൻസിൽസിന്റെ കുറവുണ്ടായതുകൊണ്ട് ഞങ്ങൾ പൊറോട്ട, ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തു കൊടുക്കും. പിന്നെ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകിട്ടത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ജിൻസയുടെ മാരിനേറ്റ് ചെയ്ത് അതെല്ലാം റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് ഗ്രീൻ സലാഡ് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയും ചെട്ടിനാട് ചിക്കനുമാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊറോട്ട ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പറയും? പൊറോട്ട ഉണ്ടാക്കി ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ പാൻ വർക്ക് ആവുന്നില്ലായിരുന്നു. സോ സാധാ കലമില്ലേ, നമ്മള് ചിക്കൻ ഉണ്ടാക്കിയപ്പോ തന്നെ പാത്രമില്ലേ, അല്ല ചെരുവ്. ചായ ഇടുന്ന വെള്ളം ചെരുവില്ലേ, ആ ചെരുവത്തിൽ നിന്ന് ഞങ്ങൾ പൊറോട്ട ചൂടാക്കി പിന്നെ അടിച്ചെടുത്തു. അത്രേ ചെയ്തുള്ളൂ. ഇത് ആക്ച്വലി ചിക്കൻ ചെട്ടിനാടൊന്നും അല്ല കേട്ടോ, ഇത് ചുമ്മാ പറയുന്നത്. ഇത് ആക്ച്വലി അല്ല, ഗോവന്ന് എടുത്ത മസാല ആയതുകൊണ്ട് ഇതിനൊരു ആന്ധ്ര ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറിക്ക്. ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടും. എനിക്കിഷ്ടം. ഞങ്ങൾ പക്ഷെ ഇതിനെ ചെട്ടിനാണെന്ന് വിളിക്കുള്ളൂ. എന്റെ പുത്രനെ ഞാൻ ചെട്ടിനാണെന്ന് വിളിക്കും. എനിക്കൊരു പാത്രമാവും. നമ്മുടെ ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 4:30 ആയപ്പോ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ അഞ്ചുനയിലോട്ട് പോവാട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ, ബാക്കി വൈകുന്നേരം വന്നിട്ട് ഇതാക്കും. സോ ബൈ ബൈ.